ആണ്. റിപ്പോർട്ടറിൻ്റെ 16 വാർത്താ സംഘം തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. നമ്മൾ സാനിയോയിലേക്ക് പോകുന്നു. ആദ്യ ദിനം മുതൽ തന്നെ സാനിയോ വെള്ളാർമലയിലേക്ക് പാഞ്ഞെത്തുമ്പോൾ ആദ്യം കണ്ട ദൃശ്യങ്ങൾ നടുക്കുന്നതായിരുന്നു. സാനിയെ പോലെ ഒരു റിപ്പോർട്ടർ ഒരിക്കലും ജീവിതത്തിൽ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടേയില്ല എന്നത് പ്രേക്ഷകർ ആലോചിക്കണം. ഒരുപക്ഷെ പ്രളയമൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും സാനിയോയ്ക്ക് കാണാൻ കഴിഞ്ഞതിനേക്കാൾ നടുക്കുന്ന ദൃശ്യങ്ങളാണ് സാനിയോ നമുക്ക് നൽകിയതും. ആ ദൃശ്യങ്ങൾ കണ്ടു. ഒരു ജീവൻ തുടിക്കുന്ന മനുഷ്യന് വേണ്ടി തിരയുമ്പോൾ ചേതനയേറ്റ ശരീരങ്ങൾ വന്ന് ക്യാമറയുടെ മുന്നിൽ പെടുന്ന കാഴ്ച കണ്ടു. കവളപ്പാറ സാനിയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഇരട്ടിയിലേറെ ആഘാതമുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചത്. അതും ദുരന്ത സ്പോട്ടിൽ ആദ്യമെത്തിയ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകയാണ് സാനിയോ എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കണം. ആ കാഴ്ചയിൽ നിന്ന് സാനിയോ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ശരിക്കും പറഞ്ഞാൽ ഉള്ളിലിഞ്ഞു പോയ കാഴ്ചകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വിങ്ങിപ്പൊട്ടുന്നതും ആ സമ്മർദ്ദം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പ്രേക്ഷകർക്കും അറിയാവുന്നതാണെന്ന് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ കാഴ്ചയ്ക്കൊപ്പം മാനസികാരോഗ്യം ഉറപ്പാക്കാൻ ശ്രമിക്കുക. സാനിയോയിലേക്ക് ഒരിക്കൽ കൂടി സാനിയോ, നമസ്കാരം. സാനിയോ, ചെറിയ ചാറ്റൽ മഴയുള്ളതായിട്ട് തോന്നുന്നു. ഇന്നിപ്പോൾ സാനിയോ നിൽക്കുന്നത് ബേലിപ്പാലത്തിൻ്റെ ചുവട്ടിലാണ്. എന്താണ് ഇന്നത്തെ വിവരങ്ങൾ? ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് വിശദീകരിക്കാം സാനിയോ. അരുൺ, നമസ്കാരം. അരുൺ പറഞ്ഞത് ഞാൻ കേട്ടു. മാനസികാരോഗ്യ സാധനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ രാജ്യം തന്നെ നേരിടുന്ന വലിയൊരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും അതിന് ശേഷം ആലോചിക്കാമെന്ന് മാത്രമാണ് നമ്മൾ കരുതുന്നത്. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണ സ്ഥലത്താണ് നമ്മളുള്ളത്. ഇതിൻ്റെ ബെയിലി പാലത്തിന് തൊട്ടപ്പുറത്ത് നിർമ്മിച്ച ചെറിയ നടപ്പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് എൻ്റെ ക്യാമറ വഴി ഇപ്പോൾ കാണാനാകുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ഒരു ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ന് രാവിലെ 6 മണിക്ക് മുൻപായി നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് കരുതിയിരുന്ന പാലമായിരുന്നു ബെയിലി പാലം. പക്ഷേ പല വിധത്തിലുള്ള വെല്ലുവിളികൾ അവർ നേരിട്ടുകൊണ്ടിരുന്നു രാത്രിയും മറ്റും. കാരണം ഇവിടെ ആ ദൃശ്യങ്ങളൊന്ന് കൊടുക്കും. ആ വശത്തുള്ള പാലത്തിൻ്റെ നിർമ്മാണ ഘടന നോക്കിയാൽ അറിയാം. അത് നേരെയല്ല ഇരിക്കുന്നത്, അത് വിപരീത ഘട്ടത്തിലാണ് ഇരിക്കുന്നത്. അത് നേരെയാക്കാനുള്ള ശ്രമങ്ങൾ അവർ പലപ്പോഴായി നടത്തി. പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ 6 മണിക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, പാലം നിർമ്മാണം തുടങ്ങുന്ന സ്ഥലത്ത് ഈ ഒരു സ്ഥല സൗകര്യം കുറവാണ്. അവിടെ നിരവധി കെട്ടിടങ്ങളും മറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പാലം അവിടെ നിന്ന് തുടങ്ങാനുള്ള, അതായത് സാധനങ്ങളൊക്കെ കയറ്റി ഇങ്ങോട്ടേക്ക് തള്ളിക്കൊണ്ടുവരുന്ന രീതിയാണ് ഈ ബെയിലി പാല നിർമ്മാണ രീതി എന്ന് പറയുന്നത്. അത് തുടങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇന്ന് 6 മണിക്ക് മുൻപ് തീർക്കണമെന്ന് സൈന്യം ദൃഢനിശ്ചയം എടുത്തിരുന്ന ഒരു പാലം ഇപ്പോഴും 8 മണിക്കും നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടമാണ് പല പട്ടാളക്കാരും നമ്മളോട് സംസാരിക്കുമ്പോൾ അറിയിച്ചത്. അവർക്ക് പക്ഷേ നമ്മുടെ മൈക്കിൽ അത് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഏതായാലും ഇപ്പോൾ റണ്ണറുകൾ ഇട്ടു. ഇനിയിപ്പോൾ അതിന് മുകളിൽ പ്ലാറ്റ്ഫോമുകൾ ഒരുക്കണം. സ്ട്രിഞ്ചർ, റിബൺ എന്നൊക്കെ പറയുന്ന ഓരോ യന്ത്രങ്ങൾ അതിന് മുകളിലേക്ക് കയറ്റാനുണ്ട്. അതിനൊക്കെ ശേഷമായിരിക്കും ഹിറ്റാച്ചികൾ ഇതിന് മുകളിലൂടെ കടന്നു പോവുക എന്നാണ് നമ്മൾ സംസാരിച്ച ഉദ്യോഗസ്ഥർ പറയുന്നത്. അവർ പറയുന്നൊരു പ്രധാന കാര്യം ഉച്ചയ്ക്ക് മുൻപെങ്കിലും തീർക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് മുൻപെങ്കിലും തീർക്കാൻ കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ, അവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുകയുള്ളൂ എന്നൊക്കെയാണ് പട്ടാളക്കാർ പറയുന്നത്. ഞാൻ ഇപ്പോൾ കണ്ട മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് വെറും നേന്ത്രപ്പഴം കഴിച്ചുകൊണ്ടാണ് പട്ടാളക്കാർ ഈ പണിയെടുക്കുന്നത് എന്നുള്ളതാണ്. ഇതിനൊക്കെ ടൺ കണക്കിന് ഭാരമുള്ള സാധനങ്ങളാണ് ഈ കയറ്റി ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അത് തള്ളിക്കൊണ്ടുപോകണം. ഓരോ പട്ടാളക്കാരനും അതിന് അങ്ങേയറ്റം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നേന്ത്രപ്പഴവും ഇഡ്ഡലിയും ഒക്കെ കഴിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവർക്കിത് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള വലിയ അത്ഭുതമാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇതിപ്പോൾ മാത്രം തുടങ്ങിയതല്ല. ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ തുടങ്ങിയ ഒരു പണി അത് ഇന്നലെ രാത്രി മുഴുവൻ നിന്ന് മഴ നനഞ്ഞത് ചെയ്യുന്നു. ആ ഒരു കഷ്ടപ്പാടിന് ആ ഒരു പരിശ്രമത്തിന് എത്ര സല്യൂട്ട് പറഞ്ഞാലും മതിയാകില്ല എന്നുള്ളതാണ് താലൂക്ക് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സുകളും അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസുകൾ, NDRF, സൈന്യം ഇവരെല്ലാവരും ഒരുമിച്ച് നമ്മുടെ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ പങ്കാളികളാകുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണെന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ ദുരന്തമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ, സാധാരണ ഒരു ദുരന്തമുണ്ടായാൽ പലപ്പോഴും രക്ഷാപ്രവർത്തനം വൈകുന്നു എന്നടക്കമുള്ള പരാതികൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ NDRF സംഘം ആദ്യം എത്തുന്നു, പിന്നീട് ഫയർഫോഴ്സും സൈന്യവും എത്തുന്നു. എല്ലാ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി ചടുലതയോടെ നീക്കുമ്പോഴും നമുക്കറിയാം 200 പേർ ഇപ്പോഴും 200-ലധികം ആളുകൾ ഇപ്പോഴും കാണാമറയത്താണ് എന്നുള്ള ദാരുണമായ സംഭവം. അത്
നമുക്കൊരിക്കലും അംഗീകരിക്കാൻ അല്ലെങ്കിൽ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും കഴിയാത്തൊരു സാധനമാണ്. 200-ലധികം ആളുകൾ എവിടെയാണുള്ളതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അത് വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ പുഴയുടെ ദൃശ്യങ്ങൾ, അതായത് കുത്തിയൊലിച്ച് വരുന്നുണ്ടെങ്കിലും ജലനിരക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകളും പറയുന്നത്. ഈ പുഴയും പാലവും തമ്മിൽ നല്ല ഹൈറ്റ് വ്യത്യാസമുള്ളത് കൊണ്ട് ഇനി പാലത്തിലേക്ക് വെള്ളം എത്താനുള്ളൊരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ താൽക്കാലികമായി നിർമ്മിച്ച പാലത്തിലേക്ക് വീണ്ടും വെള്ളം എത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല, ബെയിലി പാലം നിർമ്മാണം പൂർത്തിയായാൽ അത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് മുൻപൊരു പാലം ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് ഈ ദുരന്തത്തിൽ ഒലിച്ചു പോയിരിക്കുന്നു. ടൺ കണക്കിന് ഭാരമുള്ള കല്ലുകളും മറ്റും വന്ന് ആ പാലം ഒലിച്ചു പോയിരിക്കുന്ന അതിൻ്റെ ദൃശ്യങ്ങൾ, പാലത്തിൻ്റെ അവശേഷിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അതിന് സമീപത്താണ് ബെയിലി പാല നിർമ്മാണം പുരോഗമിക്കുന്നത്. ഏതായാലും ഇത്രയുമൊക്കെ ഈ ഒരു മണിക്കൂറുകൾ കൊണ്ട് ഇത്രയും പാലം നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യമാണെന്ന് നമ്മൾ കരുതുമ്പോഴും സൈന്യം പറയുന്നത് അവർ പ്രതീക്ഷിച്ചത്രയും എത്തിയില്ല എന്നുള്ളതാണ്. അവർ 6 മണിക്ക് മുൻപായി പാലം പണി പൂർണ്ണമായും നടപ്പിലാക്കണമെന്ന് കരുതിയിരുന്നെങ്കിലും അത് നടന്നില്ല. ഇപ്പോൾ നടക്കുന്നത് ഓരോ ഉദ്യോഗസ്ഥരും അവരുടെ വയർലെസ് സംവിധാനവും മൈക്കുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർദ്ദേശം കൊടുക്കുന്നു. അതിനനുസരിച്ച് ഫീൽഡിലുള്ള പട്ടാളക്കാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ ടൺ കണക്കിന് ഭാരമുള്ള വസ്തുക്കൾ നീക്കി പട്ടാളക്കാർ കൊണ്ടുപോകുന്ന കാഴ്ച തന്നെ അങ്ങേയറ്റം അവരെ സല്യൂട്ട് ചെയ്യേണ്ട ഒരു കാഴ്ചയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. ഇതൊരു താൽക്കാലിക പാലമാണ്.